ഓഗസ്റ്റ് 21 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവരണ ബച്ചാവോ സംഘർഷ് സമിതി. SC/ST വിഭാഗങ്ങൾക്കിടയിൽ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ ബച്ചാവോ സംഘർഷ് സമിതി ഓഗസ്റ്റ് 21 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഭാരത് ബന്ദിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലും വലിയ പ്രചരണമാണ് നടക്കുന്നത്. സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതാണ് ഈ ഭാരത് ബന്ദിന്റെ പ്രധാന ലക്ഷ്യം. എക്സിൽ #21 ഓഗസ്റ്റ് ഭാരത് ബന്ദ് എന്ന ഹാഷ്ടാഗ് നിലവിൽ ട്രെൻഡിങ്ങിലാണ്. ഇതിനോടകം തന്നെ 10,000-ലേറെ പോസ്റ്റുകളാണ് ഈ ഹാഷ്ടാഗിന് കീഴിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ ഭാരത് ബന്ദിന് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബന്ദിനിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഭാരത് ബന്ദ് ശക്തമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് അവിടെ കനത്ത ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ വിപുലമായ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആശുപത്രി, പത്രം, പാൽ, ആംബുലൻസുകൾ പോലുള്ള അടിയന്തര സേവനങ്ങളെ ഇത് ബാധിക്കില്ല. പൊതുഗതാഗതം സ്തംഭിക്കാനും ചില സ്വകാര്യ ഓഫീസുകൾ അടച്ചിടാനും സാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിൽ ഭാരത് ബന്ദ് വലിയ സ്വാധീനം ചെലുത്തില്ല എന്ന് കരുതുന്നു. എന്നാൽ ഭാരത് ബന്ദിനോട് അനുഭാവവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച റാലികളും യോഗങ്ങളും നടന്നേക്കും.